ഹായ് എവ്രിവൺ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് MPMCയുടെ മോഡ്യൂൾ 1 ആണ്. സോ MPMCയുടെ മോഡ്യൂൾ 1-ലെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയാൻ പോകുന്നത് എന്താണ് ഒരു മൈക്രോ പ്രോസസ്സർ എന്നാണ്. സോ നമുക്കറിയാം MPMC എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ എന്നാണല്ലോ. സോ ഫസ്റ്റ് തിങ് ഗോയിങ് ടു ദി ഇൻട്രൊഡക്ഷൻ. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ പ്രോസസ്സറിനെ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു ചിപ്പിനകത്ത്, ഒരു ഇൻറ്റഗ്രേറ്റഡ് ഒരു സർക്യൂട്ടിനകത്ത് നമ്മൾ CPU-ൻ്റെ ഫങ്ഷനാലിറ്റീസ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളൊരു മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. CPU-നെ നമ്മൾ പ്രോസസ്സർ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഫോമാറ്റ്, അതായത് നമ്മളുടെ മെമ്മറിയിലുള്ള ഡേറ്റേനെയും ഇൻസ്ട്രക്ഷനെയും ഒക്കെ പ്രോസസ്സ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മളുടെ മൈക്രോ പ്രോസസ്സറിന് കൊടുത്ത് അതിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. സോ മൈക്രോ പ്രോസസ്സർ അർത്തമെറ്റിക് ആസ് വെൽ ആസ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു കെൽപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടും മൈക്രോ പ്രോസസ്സറിനെ കൊണ്ട് സാധിക്കും. മൈക്രോ പ്രോസസ്സറിൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി പറഞ്ഞ പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യണം. എവിടെ നിന്ന് ഫെച്ച് ചെയ്യണം? നമ്മളുടെ മെയിൻ മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ്, ഇപ്പം ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ് പറയുന്നത്, ഇപ്പം രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഇൻപുട്സിനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ A+B ആണ് ഞാൻ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്താണ്, ബിയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ച് അവരുടെ രണ്ടുപേരുടെയും സം എടുത്ത് അതിൻ്റെ റിസൾട്ടിനെ തിരിച്ച് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശേഷി ഉണ്ടാവണം. അതാണ് അതിൻ്റെ മൈക്രോ പ്രോസസ്സറിൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസും കാര്യങ്ങളുമൊക്കെ മൈക്രോ പ്രോസസ്സറിന് ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷന് പെർഫോം ചെയ്യാനായിട്ടാണ് ബേസിക് മൈക്രോ പ്രോസസ്സറിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ്. ഫസ്റ്റ് എവല്യൂഷനെ പറ്റി പറയുന്നതിന് മുമ്പ് ഡിഫറെൻറ്റ് ബിറ്റ്സ്, അതിൻ്റെ ടൈപ്പുകൾ മൈക്രോ പ്രോസസ്സറിനെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് 4-bit ആണ്. 4-bit മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ആദ്യത്തെ മൈക്രോ പ്രോസസ്സേഴ്സാണ്. അപ്പം അത് 1971 ആണ് നമുക്ക് ആദ്യമായിട്ട് 4-bit മൈക്രോ പ്രോസസ്സേഴ്സിനെ കിട്ടുന്നത്. അത് ഇൻറ്റലാണ് തരുന്നത്. ഇൻറ്റൽ കോർപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ. അതിൻ്റെ പേര്, ഫസ്റ്റ് മൈക്രോ പ്രോസസ്സറിൻ്റെ പേര് ഇൻറ്റൽ 4004 ആണ്. അതൊരു 4-bit പ്രോസസ്സറായിരുന്നു. അതായത് 4-bit ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് അതിനെക്കൊണ്ട് പറ്റുമായിരുന്നു. ഇതിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മണ്ടയിൽ പറഞ്ഞ ബേസിക് ടാസ്ക് ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതായത് അർത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അതായത് കൺട്രോൾ സിഗ്നൽസൊക്കെ കൊടുക്കാനായിട്ടും ഡേറ്റ ഏതാണ്, ഇൻസ്ട്രക്ഷൻ ഏതാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കൺട്രോൾ യൂണിറ്റും കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ എന്ന് പറയുന്നത് ഇൻറ്റൽ 4040 ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ PS4 ടോഷിബ T3472 ഒക്കെ 4-bit മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് 8-bit മൈക്രോ പ്രോസസ്സറാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് വൺ വരുന്നത് 1973 ഇൻട്രൊഡ്യൂസ് ആയ ഇൻറ്റൽ 8008 ആണ്. അത് ലേറ്റർ മോഡിഫൈഡ് വേർഷനൈസ് 8080 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 4-bit കഴിഞ്ഞു. അടുത്ത് നമ്മൾ 8-bit ഡേറ്റിനെ പ്രോസസ്സ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു പ്രോസസ്സറാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത 1973. ഇതുപോലെ തന്നെ നമുക്ക് 8-bit പ്രോസസ്സേഴ്സ് Zilog 80, Motorola M6800 പോലത്തെ പ്രോസസ്സേഴ്സും ആ സമയം മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. 16-bit പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേനും 16-bit ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ശേഷിയുള്ളതാണ്. ഇൻറ്റലിൻ്റെ 8086ഉം 80286ഉമാണ് ഉണ്ടായിരുന്നത്. 32-bit ഫേമസ് ആയിട്ടുള്ളത് ഇൻറ്റൽ 80386.
ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പെൻറ്റിയം സീരീസിനെ പറ്റിയിട്ടാണ്. അതായത് ഈ ഒരു 32-bit മൈക്രോ പ്രൊസസ്സർ കഴിഞ്ഞിട്ട് ഇൻ്റൽ ഒരു പുതിയ പ്രൊസസ്സറുമായിട്ട് വന്നു. അതിൻ്റെ പേരാണ് പെൻറ്റിയം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു നെയിമാണെന്ന് എനിക്കറിയാം. അപ്പം അത് RISCയുടെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് വരാനായിട്ട് സാധിച്ചു. RISC എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു RISCയുടെ കാലം ബെറ്റർ ആയിട്ട് പെൻറ്റിയം സീരീസിനെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യം പെൻറ്റിയം പ്രൊസസ്സറാണ് നമ്മൾ ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേർഷൻ പെൻറ്റിയം പ്രോ CPU എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് ഇറക്കിയത്. അപ്പം ഈ ഒരു പ്രൊസസ്സറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ് അലോ ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ്. അതായത് ഒരു സിംഗിൾ സിസ്റ്റത്തിലൂടെ മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സിനെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട്. പെൻറ്റിയം 2, 3, 4 ഒക്കെ. പെൻറ്റിയം 2വിൻ്റെ ലോ കോസ്റ്റ് വേർഷൻ തന്നെയാണ് നമ്മൾ സെലറോൺ എന്ന് പറയുന്നത്. സോ പെൻറ്റിയം 2 ഉണ്ട്. പെൻറ്റിയം 2വിന് ലോ കോസ്റ്റ് വേർഷന് നമ്മൾ സെലറോൺ എന്ന് പറയും. പെൻറ്റിയം 3 ഉണ്ട്. പിന്നെ പെൻറ്റിയം 4 ഉണ്ട്. പെൻറ്റിയം 3 ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പെൻറ്റിയം 4 എന്ന് പറയുന്നത് ഹയർ ക്ലോക്ക് ഫ്രീക്വൻസിയിൽ പെൻറ്റിയം 3നേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നൊരു പ്രൊസസ്സറാണ്. അപ്പം നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ പ്രൊസസ്സേഴ്സ് ആണ്. എങ്ങനെയൊക്കെയാണ് ഡേറ്റേനെ ഏതൊക്കെ ബിറ്റ്സ് ഉള്ള ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഡിവിഷൻ ചെയ്തേക്കുന്ന പ്രൊസസ്സേഴ്സിനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ ആ ഒരു എവല്യൂഷൻ എന്നുള്ള ടോപ്പിക്കിലോട്ട് കുറച്ചുകൂടി ഒന്ന് ഇറങ്ങി ഡിസ്കസ് ചെയ്യുവാണ്. ആദ്യത്തേത് ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രൊസസ്സേഴ്സ്. ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രൊസസ്സേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻ ദി ഇയർ 1971 to 1972 ആണ്. ആദ്യമേ പ്രൈമറി ആയിട്ട് നമ്മൾ മൈക്രോ പ്രൊസസ്സേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേനും ഇവർക്കുണ്ടായിരുന്ന ഒരൊറ്റ ഫങ്ഷനാലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയലിയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്. നമുക്കറിയാം 2 രീതിക്ക് പ്രോസസ്സ് ചെയ്യും, സീരിയൽ അല്ലെങ്കിൽ പാരലലായിട്ട് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ സീരിയലി ആയിരുന്നു ഡേറ്റേനെ ഇൻസ്ട്രക്ഷൻസിനെ എടുത്തുകൊണ്ടിരുന്നത്. ഇവരുടെ മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ഡീകോഡ് ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ഇൻസ്ട്രക്ഷൻ മൈക്രോ പ്രൊസസ്സർ എടുക്കണം. അപ്പം ഇൻസ്ട്രക്ഷൻ ഇതാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലോട്ട് പോയിന്റ് ചെയ്യണം. എഗെയിൻ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. അതായത് ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്. ആ ഒരു ബേസിക് ഫങ്ഷനാലിറ്റിയാണ് നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രൊസസ്സറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രൊസസ്സറാണ് അടുത്തത്. അത് 1974 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചെറിയ എമൗണ്ട് ഓഫ് ട്രാൻസിസ്റ്റേഴ്സൊക്കെ നമ്മൾ കയറ്റിയിട്ടാണ് ഈ ഒരു പ്രൊസസ്സർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടുത്തെ ഫസ്റ്റ് ഡിഫറൻസ്, നമ്മളുടെ ഫസ്റ്റ് ജെന്നും സെക്കൻഡ് ജെന്നും തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ജെന്നിൽ ഓവർലാപ്പിംഗ് ഫീച്ചർ ഉണ്ടായിരുന്നു. ഓവർലാപ്പിംഗ് പോസിബിൾ ആയിരുന്നു എവിടെ? ജെൻ 2. ഇപ്പം നമ്മൾ COEയിലൊക്കെ പൈപ്പ് ലൈൻ്റെ ഓവർലാപ്പിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനൊക്കെ പഠിച്ചപ്പോഴത്തേനും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഞാനിപ്പം ഫെച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഞാൻ ചിലപ്പം എക്സിക്യൂഷൻ ഫേസിലായിരിക്കും. പിന്നെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ഫേസിലായിരിക്കും ആൻഡ് തേർഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ ഫേസിലായിരിക്കും. അങ്ങനെ പാരലലായിട്ട് ഇൻസ്ട്രക്ഷൻസിനെ റൺ ചെയ്യാനായിട്ട് സെക്കൻഡ് ജെൻ മൈക്രോ പ്രോസസ്സിനെ കൊണ്ട് പറ്റിയിരുന്നു. അപ്പം ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ ഫെച്ച് ചെയ്യുവാണെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ എനിക്ക് വേണമെങ്കിൽ ഡീകോഡ് ചെയ്യാം. അപ്പം അവിടെ ടൈം സേവിങ്ങും മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒരു സ്കോപ്പാണ് അവിടെ തുറന്നു വരുന്നത്. അനദർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് ആൻഡ് ദി സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സേഴ്സ് ഇസ് ദാറ്റ് സെമി കണ്ടക്ടർ ടെക്നോളജി വന്നു ചിപ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സ്പീഡും എക്സിക്യൂഷനും ചിപ്പ് ഡെൻസിറ്റിയൊക്കെ ബെറ്റർ ആവാൻ തുടങ്ങി, ഹയർ ആവാൻ തുടങ്ങി. തേർഡ് ജെൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇൻ ദി ഇയർ 1978 അത് ഇൻറ്റലിൻ്റെ 8086 സിലോഗിൻ്റെ Z8000 ആയിരുന്നു ആ സമയത്ത് കോമൺ ആയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ 16-bit പ്രോസസ്സേഴ്സ് ആയിരുന്നു. ഫോർത്ത് ജെന്നിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കമേഴ്ഷ്യൽ ഡിസൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ കമേഴ്ഷ്യൽ രീതിയിൽ വരുമ്പോഴത്തേനും കമേഴ്ഷ്യൽ ഡിസൈൻസ് വരുമ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിന് ഈ ഒരു ചിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ഫോർത്ത് ജെൻ മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് മോട്ടോറോള 88100 ഇനി ഇൻറ്റലിൻ്റെ 80960
CAയുമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ 4th ജെന്നിനകത്ത് വരുന്നത്. 5th ജെൻ മൈക്രോ പ്രോസസ്സർ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സെറ്റ് ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ്. അവിടെ നമുക്ക് കാണാൻ പറ്റിയത് ഒരു പാരലലിസമാണ്. അതായത് ഒരു മൈക്രോ പ്രോസസ്സറിൽ കപ്പിൾ ചെയ്തും പ്രോസസ്സിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ എഗെയിൻ പ്രീവിയസ് 4th ജനറേഷനും 5th ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 മില്യൺ ട്രാൻസിസ്റ്റേഴ്സിനെ ഇവർ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോ പ്രോസസ്സേഴ്സ് നമുക്ക് ഇൻറ്റൽ കോർ 17 പോലത്തെ മൈക്രോ പ്രോസസ്സേഴ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 2008 അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് മൈക്രോ പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക് ഐഡിയയും. ആൻഡ് ദാറ്റ്സ് ഹൗ വി ഹാവ് ഡിസ്ക്രൈബ് ദി എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ്.